മലയാളത്തിലെ അതുല്യ ഹാസ്യ കലാകാരന്മാരുടെ ആദ്യ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള രസകരമായ വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സുകുമാരിയമ്മ. Good evening, Auntie. Good evening. Yes. What do you want? I am from the telephone department. 10ൽ പരം ഭാഷകളിലായി 2500-ലധികം സിനിമയിൽ അഭിനയിച്ച സുകുമാരിയമ്മ ഏത് വേഷപകർച്ചയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടിയായിരുന്നു. തൻ്റെ 10ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ സുകുമാരിയമ്മയുടെ ആദ്യ സിനിമ 1951 ഇറങ്ങിയ ഓർ ഇറവ് എന്ന തമിഴ് ചിത്രമാണ്. ഇന്നസെന്റ്. സിനിമയ്ക്കകത്തും പുറത്തും നർമ്മം കലർന്ന സംസാര ശൈലിയിൽ ആളുകളെ കയ്യിലെടുത്തിരുന്ന നടൻ ഇന്നസെന്റ് ഹാസ്യനടൻ എന്ന ടാഗ്ലൈനിൽ ഒതുങ്ങിക്കൂടാതെ ചലച്ചിത്ര നിർമ്മാതാവായും എഴുത്തുകാരനായും രാഷ്ട്രീയക്കാരനായും തിളങ്ങി. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ പ്രവേശനം 1972 ഇറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയായിരുന്നു. അല്ല ഈ കലാപരിപോഷണം എന്നൊക്കെ പറയണ്ടല്ലോ, നമുക്ക് അത് ഒന്നാണ് എന്താ. ഹലോ ഹലോ, വിലാസിനി, എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്. ഫിലോമിന. 750-ലധികം സിനിമകളിൽ അഭിനയിച്ച ഫിലോമിന അമ്മയുടെയും മുത്തശ്ശിയുടെയും ക്യാരക്ടറിൽ നിന്ന് പതിയെ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. 1991-ലെ ഗോഡ്ഫാദർ സിനിമയിലെ ആനപ്പാറ അച്ചാമ്മ എന്ന കഥാപാത്രം മലയാളത്തിലെ എക്കാലത്തെയും ശക്തമായ വേഷങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. നടി ഫിലോമിനയുടെ ആദ്യ അരങ്ങേറ്റ ചിത്രം 1964 ഇറങ്ങിയ കുട്ടിക്കുപ്പായം എന്ന ചിത്രമാണ്. സന്തോഷത്തോടെ കൈ കൊടുത്ത് കാണാൻ നിനക്ക് ആശയുണ്ടെങ്കിൽ, ഈ കുടുംബത്തോട് നിനക്ക് പേശുണ്ടെങ്കിൽ മാത്രം. കുതിരവട്ടം പപ്പു. അതെ, നാണയമൊന്നുമില്ല ചേട്ടാ, പൈസ കടച്ചു ചോദിക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. കുതിരവട്ടം പപ്പു എന്ന പത്മദലാക്ഷൻ കേരള ജനതയെ കയ്യിലെടുത്തത് കോഴിക്കോടൻ ഭാഷയുടെ തനതായ ശൈലിയും ഉപയോഗവും അതിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്താനുള്ള കഴിവും കൊണ്ടാണ്. ഇദ്ദേഹം ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത് 1964 ഇറങ്ങിയ ഭാർഗവി നിലയം എന്ന ചിത്രത്തിലൂടെയാണ്. അഹന്തയുടെ മോന്തായത്തിൽ മമ്പുകാരമായി കുന്തി കുന്തി നടക്കുന്ന നീ, ചോര 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 ഇറ്റിറ്റ് വീഴുന്നു, ഇറ്റിറ്റിന് വീഴുന്നു. ഞാൻ എവിടെ വിളിക്കും, ഞാൻ എവിടെ വിളിക്കും. കൽപ്പന. നമ്മുടെ പ്രിയങ്കരിയായ നടി കൽപ്പന ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി ഏകദേശം 300ഓളം ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 70കളുടെ അവസാനത്തിൽ ബാലതാരമായാണ് കൽപ്പന തൻ്റെ കരിയർ ആരംഭിച്ചത്. നായികയാവുക എന്ന ഉദ്ദേശത്തോടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നതെങ്കിലും കോമിക് വേഷങ്ങളിലൂടെയാണ് കൽപ്പന പ്രിയങ്കരിയായത്. വിടരുന്ന മൊട്ടുകൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് ആദ്യമായി സിനിമയിലെത്തിയത്. എന്നാൽ പോക്കുവെയിൽ എന്ന ചിത്രത്തിലാണ് മുഖ്യധാര വേഷത്തിലെത്തിയത്. ഡാഡി വന്നിട്ടുണ്ട്, നോക്കൂ. ഇത് ലീ ഫ്രഞ്ച്, പിന്നെ ലിവോയ്സ്, ട്രാങ്കിള്, പിന്നെ ഡാഡി ഇനി തിരിച്ചു പോകുന്നില്ല. ജസ്റ്റ് ഇമാജിൻ ഹൗ നൈസ്. ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാർ എന്ന ശ്രീകുമാർ ആചാരി ഏകദേശം 4 പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ 1500-ലധികം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ മികച്ച ഹാസ്യ നടനായി കണക്കാക്കുന്ന ഇദ്ദേഹം 1974-ലെ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലൂടെയാണ് ഹാസ്യലോകത്തേക്ക് അരങ്ങേറിയത്.
എന്റെ പൊന്നു മുട്ടപ്പൻ ചേട്ടാ ഒന്ന് അടങ്ങ്. അതിന് ചേട്ടനെ അറിയാൻ മേലാത്തോണ്ട് അല്ലയോ തട്ടിച്ചത്. കാലിലോട്ട് വിടടോ, ഇല്ലെങ്കിൽ ഇവിടെ കുരുതിക്കളം നടക്കും. ഞാൻ ചേട്ടൻ വേഗം അങ്ങോട്ട് കൊടുത്തേ. ഈ തേങ്ങ കൊടുത്ത് എടുത്തോണ്ട് ഞാൻ തന്നെ കാശ് വേണം. ദേഷ്യം പിടിക്കും. ശങ്കരാടി. എന്റെ അടുത്ത് കുറച്ചൊന്നും കാണിക്കണ്ട. ആ മുളക് ചെത്തി ഞാൻ ഉപ്പിലിട്ടും പറഞ്ഞേക്കാം. മലയാളത്തിലെ എക്കാലത്തെയും കാരണവർ. ഒരുപിടി ഹാസ്യ കഥാപാത്രങ്ങളുമായി മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന രൂപം. മലയാളത്തിലെ മുതിർന്ന ഹാസ്യ നടനും ക്യാരക്ടർ ആർട്ടിസ്റ്റുമായിരുന്ന ശങ്കരാടിയുടെ ആദ്യ ചിത്രം 1963 കടലമ്മ എന്ന ചിത്രമാണ്. ഈ അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സുഖമില്ലാതെ കിടക്കുകയല്ലേ. ഇതാ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനോട് ഇരിക്കും. ഈ പടിഞ്ഞാറൻ കാറ്റ് മേത്തടിച്ചിട്ട് കൊതി വരണടാ മോനെ. ഒരു വള്ളം ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ. അത് ഞാൻ പോകാൻ വെച്ച വള്ളത്തേല്. അമ്മേ എന്താ മോനെ? ഇതാ കഷായത്തിന് മരുന്ന്. ഈ അച്ഛനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കമ്മേ. ഞാൻ പോകാൻ വെള്ളത്തേല്. നിങ്ങൾ അവൻ പറയണ ഒന്ന് കേക്ക്. KPSC ലളിത. പ്രേമം തോന്നിക്കൂടെ? തീർച്ചയായിട്ടും തോന്നാം. എന്റെ അച്ഛോ പോയി, കൈവിട്ട് പോയി. എന്റെ തെക്കേത്തര ഭഗവതി, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? ഭാഗ്യം ഭാഗ്യം, നീ അറിഞ്ഞോ? ക്യാരക്ടർ ആർട്ടിസ്റ്റായും ഹാസ്യനടിയായും നമ്മെ ഏറെ സന്തോഷിപ്പിച്ച മഹേശ്വരി അമ്മ എന്ന നമ്മുടെ സ്വന്തം KPSC ലളിത ചേച്ചി ആദ്യമായി അരങ്ങേറ്റം കുറിച്ച ചിത്രം 1969 ഇറങ്ങിയ കൂട്ടുകുടുംബം എന്ന ചിത്രമാണ്. എന്നാ നിന്റെ മക്കൾ ആരെയും കട്ടു തിന്നതാ? എന്റെ മക്കൾ കട്ടു തിന്നുകയല്ല. എന്റെ മക്കൾക്ക് കട്ടു തിന്നേണ്ട കാര്യവുമില്ല. അവർക്ക് സ്വാതന്ത്ര്യമായിട്ടൊരു കരിക്ക് ഈ പുരയിടത്തിൽ നിന്നിട്ട് കുടിക്കാം. എന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടത് അവരുടെ തന്ത അന്വേഷിച്ച് കൊടുക്കുന്നു. ശ്രീനിവാസൻ. എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം? നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. സിനിമയുടെ എല്ലാ മേഖലയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് നടൻ ശ്രീനിവാസൻ. കൈവച്ച മേഖലയിലെല്ലാം വിജയിച്ച സകലകലാവല്ലഭൻ. ഇദ്ദേഹത്തെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് 1977 ഇറങ്ങിയ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. നെടുമുടി വേണു. പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി. കാണാനെങ്ങനാ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച കലാകാരനാണ് നെടുമുടി വേണു. ഇദ്ദേഹത്തെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് 1978 ഇറങ്ങിയ തമ്പ് എന്ന ചിത്രത്തിലൂടെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.